മരുഭൂമി പോലെ കടന്ന ചപ്പോക്ക ഇപ്പൊ ആമസോൺ കാട് പോലെ. അതൊരു പ്രകൃതി സ്നേഹ കർഷകന്റെ കരവിരുതാ. നമുക്ക് ആ കർഷകനെ സ്ഥിരമായിട്ട് കളിക്കാൻ വിട്ടാലോ? കപ്പ ആഡംബരം, പ്രകൃതി അത്യാവശ്യം. CSKയുടെ ക്യാപ്റ്റൻ രുദ്രാജ് ഗെയ്ക്വാദ് IPL നിന്ന് പുറത്തായിരിക്കുന്നു. പകരം അവരെ ഈ സീസണിൽ ഇനി നയിക്കുക MS ധോണി ആയിരിക്കും. തലേ 3 വിക്കറ്റ് പോയി, ഇറങ്ങല്ലേ? അശ്വല്ലേടെ ഓനെ വിട്. തലേ 5 വിക്കറ്റ് പോയി, സ്പിന്നർമാരാണല്ലേ. ഇപ്പൊ എന്തായാലും ഇറങ്ങണം നിങ്ങള്. ജഡേജ അവിടെ വെറുതെ ഇരിക്കല്ലേ, ഓനെ വിട്. തലേ 8 വിക്കറ്റ് പോയി, 24 ബോളിൽ 100 റൺ വേണം ജയിക്കാൻ. ബാറ്റ് പിടിക്കാൻ അറിയണ ആരുമില്ലടാ നമ്മളെ കൂട്ടത്തില്. ഇനി ബാറ്റ് പിടിക്കാൻ അറിയാവുന്ന ആ കലീലാമത് മാത്രമേ ഉള്ളൂ. ഞാൻ ഇനി ഇറങ്ങേണ്ടി വരൂല്ലേ? ഇറങ്ങി, അല്ലാണ്ട് വേറെ പിന്നെ ആ DJ കാരനോട് പൊട്ടു തൊട്ട ആട്ടക്കാരിയുള്ള പാട്ടില്ലേ, അത് ഇടാൻ പറഞ്ഞോ. ഞാൻ പോയി വരാം. എടാ മക്കളെ, എറിയുമ്പോൾ ഈ ഭാഗത്തേക്ക് എറിയാതെ ഈ കാലിൻ്റെ ഇവിടേക്ക് എറിഞ്ഞാൽ മതി. ഈ കാലിൻ്റെ ഇവിടേക്ക് എറിഞ്ഞാൽ പിന്നെ എനിക്ക് കിട്ടും. ഇവിടേക്ക് എറിഞ്ഞാൽ എന്താ അറിയോ, ഈ കാലിൻ്റെ മുട്ടിന് ചെറിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞതാണ് എൻ്റെ. അപ്പോൾ ഇവിടേക്ക് എറിഞ്ഞേക്ക് നല്ല വേദന ഉണ്ടാവും. നെഞ്ഞത്തേക്ക് എറിയരുത്, ഒന്നുകൂടി ശ്രദ്ധിക്കണം കേട്ടോ. നെഞ്ഞത്തേക്ക് എറിയരുത്. ഏട്ടന് കുറേ വയസ്സായില്ലേ, അതുകൊണ്ടാട്ടോ. വയ്യ, കർഷകനായി പോയി, അതുകൊണ്ടാ. മരസ്നേഹിയാണ്. ഹാർദികേ, ജയിക്കാതെ പറഞ്ഞാടാ. 120 ബോളില് 250 റൺ. 10 ഓവർ കളിയിപ്പിച്ച് ഞാൻ വരാം. ഓക്കെ, അല്ല നിങ്ങൾ എന്താ ഒന്നാമത്തെ ബോൾ ഔട്ടായി പോന്നിക്കണേ? എനിക്ക് ചോറിന സമയമായി. പിന്നെ ബാക്കിയുള്ള ഓവറുകൾ വേണമെങ്കിൽ സബ്ബായിട്ട് മറ്റേ മലപ്പുറത്തുള്ള കുണ്ടല്ലേ, എന്താ അവൻ്റെ പേര്, പുത്തൂരോ, ഓനിറക്കിക്കോട്ടോ. ശരി, ഞാൻ കുറച്ചു നേരം കടന്നുറങ്ങിയിട്ട് വരാം. തല ഗോവൻ കണ്ണനല്ല നിക്കണ്, ഇന്ന് ചീത്ത കിട്ടുമല്ലോ പടച്ചോനെ. പണ്ടേ എടാ, അണക്ക് ഞാൻ ഉളുപ്പില്ലാതെ തുപ്പൽ കൂട്ടി 27 കോടിയാണ് തന്നത്. ഈ സീസൺ മൊത്തം കളിച്ചിട്ട് എടാ 27 റണ്ണെങ്കിലും എടുക്കുന്നു. കോലിയണ്ണ നമ്മൾ സകല ഗ്രൗണ്ടിൽ ജയിക്കുന്നുണ്ട്. പക്ഷെ ഈ ചിന്നസ്വാമിന് മാത്രം നമ്മൾ എന്താ ജയിക്കാത്തത്? RCB എല്ലാം പഠിച്ചു, ചിന്നസ്വാമിയിൽ ജയിക്കണ വെച്ച്.